കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് എടക്കൊച്ചി ആൽഫ പാർസൽ സെൻറ്ററിൽ നിന്ന് ആശീർഭവനിലേക്ക് വരികയാണ്. ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് കഴിഞ്ഞാൽ വരുന്നത്. അതുകൊണ്ട് കാസക്കിലാണ് ഒരു ഊബർ എടുത്താണ് വന്നത്. ഇപ്പോൾ ഇത്തിരി ദൂരമുള്ള യാത്രയാണ്. അപ്പോൾ ഞാൻ ഡ്രൈവറായിട്ട് ഇങ്ങനെ പരിചയപ്പെട്ടു. അദ്ദേഹം ഒരു 19 വയസ്സ് കാണും. കുറേ അധികം വർഷം ദുബായിലായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് വിട്ടു പോന്നു. മക്കളൊക്കെ സെറ്റിൽഡായി. അപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം ഇവിടെ എറണാകുളത്ത് വന്ന് ഊബർ ഓടിക്കുകയാണ്. ശരിക്കും അദ്ദേഹത്തിൻ്റെ വീട് ഇടുക്കിയിലാണ്. അപ്പോൾ ആഴ്ചയിലൊരിക്കലും അയാൾ വീട്ടിൽ പോകും. അപ്പോൾ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് ഈശോനെ അറിയാം, ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കാറുണ്ട്. അതൊരു ഹൈന്ദവനായ മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ദുബായിലായിരുന്നപ്പോഴാണ് ഇങ്ങനെ പ്രാർത്ഥനാ ഗ്രൂപ്പിലൊക്കെ പോകുമായിരുന്നു, ബൈബിളൊക്കെ കൂടുതൽ പഠിച്ചു. ഇന്നും ഞാൻ എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കും. ഇങ്ങനെ അത്ഭുതത്തോടെ കേട്ടിരിക്കുക. എന്നിട്ട് അദ്ദേഹം പതുക്കെ എന്നോട് സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഇപ്പോൾ ചിലതിനൊക്കെ മറുപടി പറയാൻ പറ്റി. അദ്ദേഹം ഓരോ ബൈബിള് വാക്യങ്ങൾ ഇങ്ങനെ വളരെ അനായാസമാണ് ഇങ്ങനെ കോട്ട് ചെയ്യുന്നത്. എന്നോട് പറഞ്ഞു, വെച്ചാൽ 2 പീറ്റർ 3-ാമത്തെ അധ്യായത്തിനെ അറിയാലോ. അപ്പോൾ ഞാനിങ്ങനെ വിളിക്കുകയാണ്. കാരണം നമുക്ക് ബൈബിളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായിട്ട് ഇന്നടത്താണ് വേഴ്സ് എന്നൊക്കെ അറിയത്തില്ല. ഇപ്പോൾ പൗലോസിൻ്റെ ലേഖനമാണെങ്കിൽ കുറച്ചൊക്കെ പറയാമായിരുന്നു, പക്ഷേ ഇതൊട്ടും അറിയത്തില്ല. അദ്ദേഹം ആ വാക്യം പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയാണ് ഈ മനുഷ്യൻ്റെ അറിവിനെക്കുറിച്ച്. പിന്നെ സ്വയം ഒരു നാണം തോന്നി തുടങ്ങി. കാരണം 10 വർഷം സെമിനാരിൽ 21 വർഷം വൈദികനായിട്ട്, എന്നിട്ട് എനിക്ക് എന്തുമാത്രം ബൈബിൾ അറിയാം. ഈ മനുഷ്യൻ നമ്മളെ തോൽപ്പിക്കുകയാണ്, നമ്മുടെ അറിവില്ലായ്മയെക്കുറിച്ച് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ആ ഊബർ യാത്ര ഒരു തിരിച്ചറിവിൻ്റെ യാത്രയായിരുന്നു. എനിക്ക് ബൈബിളിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നൊരു തിരിച്ചറിവിൻ്റെ യാത്ര. ഇന്നത്തെ ഗോസ്പലിൽ ഫിലിപ്പോസിനോട് ഈശോ പറയുന്നത്, ഫിലിപ്പോസ്, ഇത്ര നാളെ ഞാൻ നിൻ്റെ കൂടെ ഇരുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലേ? ഈശോ ഇത് വളരെ പേഴ്സണലായിട്ട് എന്നോട് ചോദിക്കുന്നല്ലോ തോന്നുന്നുണ്ട്. ഇത്ര നാളെ ഞാൻ നിൻ്റെ കൂടെ നടന്നിട്ടും നിനക്കെന്നെ അറിയില്ലേ? ചില ഊബർ യാത്രകൾ ആവശ്യമുണ്ട്.